ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 11 വ്യാഴം. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈശോയും പത്രോസും തമ്മിലുള്ള ആ സംസാരമൊക്കെയുള്ളൂ. തിബേരിയസ് തീരത്ത് മീൻ പിടിക്കാൻ പോയി. അതിനുശേഷം പത്രോസിനെ അജപാലകനായിട്ട് നിയമിക്കുന്നത്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് വരുമ്പം 20 വാക്യം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗം വരുമ്പോൾ, പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഏതാണ് ആ ശിഷ്യൻ? അവനാണ് അത്താഴ സമയത്ത് കർത്താവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്നത്. അപ്പോൾ പത്രോസിനൊരു കൗതുകം. പത്രോസ് ചോദിക്കുകയാണ്. അവനെ കണ്ടപ്പോൾ പത്രോസ് ഈശോയോട് ചോദിച്ചു, കർത്താവേ, ഇവൻ്റെ കാര്യം എന്ത്? കർത്താവേ, ഇവൻ്റെ കാര്യം എന്ത്? വാട്ട് അബൌട്ട് ഹിം? ഇവൻ്റെ കാര്യം എന്ത്? അപ്പോൾ കർത്താവ് ഉത്തരം നൽകുന്നതാണ്, ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. അതായത് അതിൻ്റെ അർത്ഥം. അപ്പോൾ താഴോട്ട് പറയുന്നുണ്ട്, ഇതിനെ അവർ തെറ്റായിട്ട് ചിന്തിച്ചു പോയെന്നറിയാമോ? ഈ ശിഷ്യൻ മരിക്കുകയില്ല എന്ന് അവർ ചിന്തിച്ചു പോയെന്ന്. പക്ഷെ ശരിക്കും ഇതിന് പിന്നെ ആവർത്തിച്ച് പറയുന്നു, ഈശോ ഉദ്ദേശിച്ചത് ഈ ശിഷ്യൻ മരിക്കുകയില്ല എന്നല്ല, ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? അതാണ് സ്ട്രെസ്. നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. കാരണം നിന്നോട് ഞാൻ തൊട്ടും പറഞ്ഞ് ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ പിന്നാലെ വരിക. അപ്പം എന്നെ അനുഗമിക്കുക എന്ന നിൻ്റെ ദൗത്യം നീ ചെയ്യേ. വൈ യു ആർ വെറീഡ് അബൌട്ട് ഹിം? എന്തിന് അവനെക്കുറിച്ച് ആകുലപ്പെടുന്നു? അതാണ് ഈശോ ചോദിക്കുന്നത്. എന്തിന് അവനെക്കുറിച്ച് ആകുലപ്പെടുന്നു? അവൻ്റെ കാര്യം എന്ത്? ചിലപ്പോഴൊക്കെ നമുക്കും പറ്റുന്ന അപകടമാണിത്. നമ്മളും ചുറ്റുമുള്ളവരുടെ അവസ്ഥകളെക്കുറിച്ച്, അതായത് അവരുടെ ദയനീയ അവസ്ഥകളുടെ മേൽ അലിവല്ല, അവരെക്കുറിച്ച് കൺസേൺഡ്. അവരെങ്ങനെയായിരിക്കും? അവരൊക്കെ രക്ഷിക്കപ്പെടുമോ? അവരോട് കർത്താവ് എന്തായിരിക്കും പറയുന്നത്? അവരെന്തായിരിക്കും ചെയ്യേണ്ടത്? അവർ ഫുൾഫിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും? ഇതൊക്കെയാണ് നമ്മൾ വല്ലാണ്ട് കൺസേൺഡ്. ഒരു വേള നമ്മൾ പത്രോസിനെ പോലെ കർത്താവിനോട് ചോദിച്ചു പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അവരുടെയൊക്കെ കാര്യം എങ്ങനെയാണ് കർത്താവേ? പള്ളിയിലൊന്നും വരുന്നില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ധ്യാനമൊക്കെ വെച്ചിട്ട് അവരെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവരങ്ങനെ ബൈബിൾ വായിക്കുന്നതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. അവരങ്ങനെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. കുമ്പസാരമൊന്നും നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇവൻ്റെയൊക്കെ കാര്യം എങ്ങനെയാണ്? അപ്പോൾ കർത്താവ് നമ്മൾ നോക്കിയിട്ട് പറയും, അതെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ? എന്താ അത്? എന്നെ അനുഗമിക്കുക. അവനെക്കുറിച്ച് എനിക്കൊരു ഹിതമുണ്ട്, എനിക്കൊരു പദ്ധതിയുണ്ട്, അത് ഞാൻ നടപ്പിലാക്കിക്കൊള്ളാം. വൈ ആർ യു വെറീഡ് അബൌട്ട് ഹിം? ശരിക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ആത്മീയ വളർച്ചയിൽ വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയാറില്ലേ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ചിലപ്പോൾ നമുക്കും അത് ആവശ്യമുണ്ടെന്നേ. അത് ഒരു സ്വാർത്ഥതയല്ല അത് പഠിപ്പിക്കുന്നത്. അതായത് മറ്റാരിലേക്ക് ഒരു നോട്ടം ഇല്ലാതെ, ആരുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളൊരു അലിവോ ഒരു കരുണയോ ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക, അതല്ല അർത്ഥം. അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവരെ, കർത്താവിനൊരു പദ്ധതി കാണും അവരെ. ഇപ്പോൾ ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ വിധി പറയുമ്പോഴേ, ഇവ ശരിയല്ല എന്നൊക്കെ പറയുമ്പം ഉടനെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് കരുണ കാണിച്ചത് കൊണ്ടാണല്ലോ അവൻ ഇപ്പോഴും അവിടെ ഉള്ളത്. നമ്മുടെ ചുറ്റുമുള്ള പലരും, നമുക്ക് ഇഷ്ടക്കേടുള്ള പലരും, നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവ് അവരോട് കരുണ കാണിച്ചത് കൊണ്ടാണല്ലോ അവരൊക്കെ അവിടെ ഉള്ളത്, ഇപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചൊക്കെ പോകുന്നത്. കർത്താവ് കരുണ കാണിക്കുന്ന ഒരാളെ വിധിക്കാൻ, വെറുക്കാൻ, അവർക്കെതിരെ നിൽക്കാൻ, അവർക്കെതിരെ സംസാരിക്കാൻ നമുക്കെന്ത് യോഗ്യതയും അർഹതയുമുണ്ട്? അതുകൊണ്ട് ഈശോ പറയുന്ന ഈ വാക്യം നമ്മൾ വളരെ പേഴ്സണലായിട്ട് എടുത്ത് കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ. ഇവിടെ പ്രധാനപ്പെട്ട വാക്ക് എൻ്റെ ഹിതം. നീ ചിന്തിക്കുന്നത് പോലെയല്ല, മറ്റൊന്നാണെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ശരിക്കും യോഹന്നാനെക്കുറിച്ച് ഈശോയ്ക്കൊരു ഡിഫറെൻറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 12 ശിഷ്യന്മാരിൽ യോഹന്നാൻ മാത്രം ആയുസ്സു തികഞ്ഞാണ് യോഹന്നാൻ മരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ രക്തസാക്ഷിത്വം പുൽകുകയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെടുകയായിരുന്നു. യോഹന്നാൻ മാത്രമാണ് കട്ടിലേ കിടന്ന് മരിച്ചത്. യോഹന്നാന് മാത്രമാണ് സ്വാഭാവിക മരണം. അതിൻ്റെ അർത്ഥം ജീസസ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ ഫോർ ജോൺ. അത് അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് എന്നാണ് ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ പദ്ധതിയല്ലേ? കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി മനസ്സിലാക്കാനും ജീവിക്കാനും എനിക്കൊന്ന് ബലം നൽകിയാൽ മതിയേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് നോക്കി നമുക്ക് നടക്കാം. അടുത്തത് ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ നമുക്ക് ചിന്തിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കാനുണ്ട്. അത് നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. 25 വാക്യം.
25-ാമത്തെ വാക്യം, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യമാണ്. 21-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെയാണത്: ഈശോ ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്, അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അർത്ഥം? ഈശോ ചെയ്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതെല്ലാം എവിടെ ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം? അതെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഇല്ല, അതെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഇല്ല. അങ്ങനെ എഴുതി വെച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു ഗ്രന്ഥം ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. ഇതെവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാക്യം. ഇനി നിങ്ങൾ ഒരു താള് പുറകോട്ട് മറിച്ച് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-ാം വാക്യം. എന്ന് വെച്ചാൽ യോഹന്നാൻ സുവിശേഷത്തിന്റെ ഒറിജിനൽ കൺക്ലൂഷനായിട്ട് പറയുന്നത് ഈ ഭാഗമാണ്. 20-ാം അധ്യായമാണ് ഒറിജിനൽ കൺക്ലൂഷൻ. 21-ാം അധ്യായം ഒരു ലേറ്റർ അഡീഷൻ ആണെന്ന് പറയുന്നുണ്ട്, പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് പണ്ഡിതർ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെയാണത്: ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. സെയിം ആശയം രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നുണ്ടോ? രണ്ട് കൺക്ലൂഷനിലും വന്നിരിക്കുന്ന ആശയം എന്താ? ഒരിടത്ത് പറയുന്നു സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിലില്ല, ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നു ഈ ഗ്രന്ഥത്തിൽ എഴുതി ചേർക്കപ്പെടാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈശോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, അപ്പോൾ അതൊക്കെ എവിടെ? അതിൻ്റെ ഉത്തരമാണ് ഹോളി ട്രഡീഷൻ, വിശുദ്ധ പാരമ്പര്യം. അതൊക്കെ എങ്ങനെയാണ്? ഈ ഗ്രന്ഥം രൂപപ്പെട്ട ഒരു സഭയിൽ, ഒരു സഭാ സമൂഹങ്ങളിൽ വാമൊഴിയായി കൈമാറപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. വാമൊഴിയായി, അത് ആരാധനയായും അത് സംസാരമായും അത് ജീവിത ശൈലിയായും ഒക്കെ തുടർന്നു വന്നു. അതാണ് സഭകളുടെ വിശുദ്ധ പാരമ്പര്യം, ഹോളി ട്രഡീഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പ്രൊട്ടസ്റ്റന്റ് ആശയം പറയുന്നത് സോളാ സ്ക്രിപ്തൂര, ബൈബിള് മാത്രമാണ് അവരുടെ സോഴ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഉറവിടം. പക്ഷെ കത്തോലിക്ക തിരുസഭയ്ക്ക് ബൈബിള് മാത്രമല്ല, പിന്നെയോ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ പാരമ്പര്യം, പ്രബോധനം. വിശുദ്ധ പാരമ്പര്യം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ മനസ്സിലാക്കുക: ബൈബിളിൽ എഴുതപ്പെടാതെ, ബൈബിള് കവിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, ബൈബിളിന് പുറത്തേക്ക് തുളുമ്പിയ കാര്യങ്ങൾ അതെവിടെയുണ്ട്? ജീവിക്കുന്ന സഭയിലുണ്ട്. ആ സഭ അതിനെ ഏറ്റെടുത്ത് തലമുറകളിലേക്ക് കൈമാറിക്കൊടുത്തതാണ് വിശുദ്ധ പാരമ്പര്യം. അങ്ങനെ വേണം പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ. നിർഭാഗ്യവശാൽ ഇന്ന് പാരമ്പര്യം എന്ന വാക്ക് തന്നെ നമുക്ക് തമ്മിലടിക്കാനുള്ള വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, എനിക്ക് അവനെക്കുറിച്ച് അവളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ പിന്നെ നിനക്കെന്ത്? അതാണ് ഒന്നാമത്തെ ചിന്ത പത്രോസിനോട് ചോദിച്ചത്. രണ്ട്, ബൈബിളിന് പുറത്തും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ പുറത്തുള്ളവ ലഭിക്കുന്നത് ജീവിക്കുന്ന സഭയിലാണ്, ആ സഭാ സമൂഹങ്ങളിലാണ് അത് തുടർന്ന് വന്നിരുന്നത്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ പാരമ്പര്യമാണ്, ആ ശ്രേഷ്ഠ പാരമ്പര്യമാണെന്ന് മനസ്സിലാക്കി സഭയോട് ചേർന്ന് നമുക്ക് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, മറ്റുള്ളവരെക്കുറിച്ച് അധികം ആകുലപ്പെടാതെ എന്നെക്കുറിച്ചുള്ള തിരുഹിതം മനസ്സിലാക്കി വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ അത് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.